ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞു ഇരിക്കുകയാണല്ലോ. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങേക്ക് അതല്ലാത്ത ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ടാകും. പോറ്റി പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുന്നു, അതുവഴി പല കാര്യങ്ങളും നേടിയെടുക്കുന്നു എന്നതല്ലേ തെളിയുന്നത്. അതിലേക്ക് SIT പോകുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനം തൊണ്ടി മുതലാണ്. ആ തൊണ്ടി മുതൽ കിട്ടുന്നതിലേക്ക് SITക്ക് ഇപ്പോൾ പോകാനാകുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് അവർ നേരിടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി പോറ്റിയുടെ ഇടപാടുകൾ, പോറ്റിക്കുണ്ടായ സാമ്പത്തിക വളർച്ച അതെങ്ങനെ സാധ്യമായി എന്നതിലേക്കാണ് SIT നീങ്ങുന്നത്. അത് കൃത്യമായി പോറ്റിയുടെ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ടുള്ള കോടതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള അന്വേഷണം എന്ന് പറയുന്നത് പോറ്റിയുടെ ഇടപാടുകളാണ്. ആ ഇടപാടുകളിലേക്ക് എത്തുമ്പോൾ ചില നേതാക്കൾ കൂടി കുടുങ്ങും എന്നല്ലേ മനസ്സിലാക്കേണ്ടത് മഹേഷ് പണിക്കർ? തീർച്ചയായിട്ടും ഈ കുന്തം പോയി കഴിഞ്ഞാൽ കുടത്തിലും തപ്പണമെന്ന് പറയുന്ന ഒരു പഴമൊഴിയുണ്ട്. അപ്പം അതുപോലെയാണ് ഈ വക കാര്യങ്ങളെ. കാര്യം ഒരു സാധ്യതയില്ലെന്ന് നമ്മൾ തോന്നുന്ന ചില ഇടപെടലുകളൊക്കെ വളരെ സംശയാസ്പദമായിട്ടുള്ള, അറിയാമല്ലോ, ഈ 2 കോടി രൂപയുടെയും അങ്ങനത്തെയൊക്കെ ചില സാമ്പത്തിക ഇടപാടുകളും അല്ലെങ്കിൽ മറ്റ് കച്ചവട ബന്ധങ്ങളും പോറ്റിക്ക് സത്യം പറഞ്ഞാൽ പോറ്റി ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ ആണെങ്കിലും അയാൾക്ക് എന്താ പറയുക, സ്പോൺസറായിട്ടുള്ള വേറൊരു മുഖം, അതുപോലെ റിയൽ എസ്റ്റേറ്റുമായിട്ടുള്ള വേറൊരു മുഖം, അതുപോലെ മഹാപൂജകനായിട്ടും ഈ മറ്റേ രോഗങ്ങളൊക്കെ മാറ്റാനുള്ള ക്യാൻസറൊക്കെ മാറ്റാൻ അത്ഭുത കഴിവുള്ള ചരടുകളൊക്കെ കെട്ടിക്കൊടുക്കുന്ന അത്ര മാന്ത്രിക വിദ്യ അറിയാവുന്ന, അപ്പം അങ്ങനെയൊക്കെ പല തലത്തിൽ അയാൾ പലരെയും പല രീതിയിൽ അയാൾ സംരക്ഷിച്ച് കാലാകാലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അയാളുടെ ഈ കൊള്ളയ്ക്ക് വേണ്ടിയാണ്, പലതരത്തിലുള്ള കൊള്ള നടത്താൻ വേണ്ടിയുള്ള അതിൻ്റെ മറയായിട്ട് അയാൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മറകളിലൊക്കെ ഈ പറഞ്ഞ ഇടപെടലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. SIT ഇപ്പോൾ ആ രീതിയിൽ തന്നെ അന്വേഷണം വളരെ സ്ട്രോങ് ആയിട്ട് പോവുകയാണ്. അപ്പം ആ രീതിയിലുള്ള ഇതുവരെയുള്ള സംശയമുള്ള അല്ലെങ്കിൽ പോറ്റിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ ആ വൈരുദ്ധ്യം വെച്ചിട്ട് അവരൊക്കെ അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ കാരാഗ്രഹത്തിലേക്കോ ഒക്കെ നീങ്ങാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും അതിൻ്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പോറ്റി ഈ ശബരിമലയിൽ അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ട് എങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്, ആ പണം അത് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള പണം ആരൊക്കെയാണ് അതിൻ്റെ പങ്ക് മേടിച്ചിരിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ പങ്ക് മേടിച്ചിരിക്കുന്ന ആരൊക്കെയാണ്, അല്ലെ ആ പണങ്ങൾ എവിടെയൊക്കെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ മറ്റെന്തെങ്കിലും രീതിയിലാണ് അവരത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള അറിവിലേക്കുള്ള അന്വേഷണമായിട്ടാണ് ഇതിനെയൊക്കെ കാണേണ്ടത്. ഇങ്ങനെ തന്നെയാണ് പോകേണ്ടതും. അതിനകത്ത് ഇപ്പം രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് പോറ്റിയെ കയറ്റിയെന്നോ മറ്റേ അങ്ങനെ തർക്കങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് വെറും എന്താ പറയുക ആപേക്ഷികമായിട്ടുള്ള തർക്കങ്ങളായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. എല്ലാവരും പോറ്റി ഒരു 10-20 കൊല്ലമായിട്ട് അവിടെ നടത്തിയ സീരിയസ് ആയിട്ടുള്ളൊരു കുറേ ക്രൈമുകളാണ്, കൊടിമരം മണി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് പല രാഷ്ട്രീയക്കാരുമുണ്ട്. രാഷ്ട്രീയക്കാരല്ലാത്ത സമയത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലുള്ള സമയത്തേക്കും ഈ പോറ്റിയുടെ ഇടപെടലുകൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ മാത്രം വെച്ചോണ്ട് ഈ പോറ്റി എന്ന് പറഞ്ഞ ഇത് അല്ലെങ്കിൽ തന്ത്രി എന്ന് പറഞ്ഞ ഇത് അവരുടെ ഒരു പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഇതൊക്കെ ആദ്യമേ അവരൊരു ടീം എങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിന്റെ വിശ്വാസപരമായിട്ടുള്ള സാധനങ്ങൾ, ഈ പറഞ്ഞ കട്ടള കഥകൾ അല്ലെങ്കിൽ ആന്റിക്കായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസപരമായ മറ്റു കാര്യങ്ങൾ, ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെ കച്ചവടം ഉണ്ടാക്കാം, ഇതിൽ നിന്ന് എങ്ങനെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം എന്നുള്ളൊരു ഒരു നല്ലൊരു റിസർച്ച് നടത്തി അതിനൊരു നല്ലൊരു ഫ്രെയിമും കവറപ്പും ഒക്കെ ചെയ്തിട്ട് ജയറാമിനെ പോലുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ബ്രാൻഡിങ്ങും ഒക്കെ നടത്തി അന്യ സംസ്ഥാനത്തിലുള്ള ആന്ധ്രക്കാരെയും കർണാടകക്കാരെയും അങ്ങനെയൊക്കെയുള്ള അമിത വിശ്വാസമുള്ള ആൾക്കാരിലൊക്കെ നല്ലതായിട്ട് ചെന്നിട്ട് നല്ല രീതിയിൽ ഇയാൾ ഇവിടുത്തെ മഹാതാന്ത്രികനാണെന്നുള്ള വിശ്വസിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു സിനിമ കഥ തിരക്കഥ എഴുതുന്ന പോലെ ഫുൾ അയാൾ പ്ലാൻ ചെയ്ത, ഇപ്പം തന്നെ ഈ പുറത്തിറങ്ങിയിട്ടും അയാളെ ചിരിച്ച മുഖത്തോടെ വരുന്ന അയാൾ വെൽ പ്ലാൻഡ് ആണ്. അപ്പോൾ അത് പൊളിക്കാനായിട്ട് SIT വളരെ അതിനപ്പുറത്തെ പ്രയത്നം എടുത്തേ പറ്റൂ. അപ്പോൾ അതിനകത്ത് ഇയാളുടെ ബന്ധങ്ങളിലുള്ള ചിലപ്പം ചിലത് സത്യമാകാം, ചിലത് സത്യമല്ലാതാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കച്ചവടങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാകാം. പക്ഷെ അവരെ എല്ലാം ഈ പറഞ്ഞ സംശയത്തിന്റെ മുനയെ കൊണ്ടുവന്ന് അവരെ ചോദ്യം ചെയ്ത് അങ്ങനെ മാത്രമേ ഇതിന്റെ ആ യഥാർത്ഥത്തിൽ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പാളികൾ തിരിച്ചു കിട്ടണം. പാളികൾ തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഇതിന്റെ ഈ അന്വേഷണത്തിന്റെ യഥാർത്ഥ ഇതിലേക്ക് എത്താൻ പോകും. അപ്പം SITക്ക് ഏത് വഴികൾ സ്വീകരിക്കുന്നതിനകത്തും യാതൊരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ സാർ പറഞ്ഞ പോലെ ഇപ്പൊ തന്ത്രിയൊക്കെ മാറ്റുന്ന രീതിയിലേക്കും അതിനും തടസ്സമില്ല, മനപ്രയാസമില്ല, അങ്ങനെയൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ, അതായത് മൊത്തം ഒരു ശുദ്ധീകരണം അവിടുത്തെ ആ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവാദിത്തത്തിലും ആ സ്വാമി അയ്യപ്പൻ തന്നെ അതൊരു മൊത്തത്തിൽ അവിടെ ഇപ്പം നെയ്ക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട ഒരു സുനിൽ കുമാർ പോറ്റി എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ച അയാളും കാരാഗ്രഹത്തിലാണ്. അതും 10-45 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ്. വേറെ ഒരു 2018-19 കാലഘട്ടത്തെ ഒരു സംഭവത്തിന് ഈ മറ്റേ അവരാണെങ്കിൽ ഒരു കുറേ പൈസ 45 ലക്ഷം 50 ലക്ഷം രൂപയുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവത്തിനകത്ത് മൊത്തത്തിൽ ഒരു 75-ാം വാർഷികം, ഇപ്പോഴത്തെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ നടത്തിയിട്ട് 75-ാമത്തെ വാർഷികം വരുന്ന സമയത്ത് മൊത്തം ഒരു ശുദ്ധികലശം, അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യവും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും ഇപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഒക്കെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മലയാള മനസ്സിനകത്ത് മൊത്തത്തിൽ അയ്യപ്പ ഭക്തിയുടെ ആ വിശ്വാസത്തിന്റെ ഒക്കെ ഇതിനകത്ത് ഇതുപോലത്തെ കുറെ കരടുകളെ കൂടെ മാറ്റി അതൊന്ന് ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതിന്റെ രീതിയിലാണ് ഈ അന്വേഷണം പോകുന്നത് തന്നെയാണ് ആ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വക ഇതുപോലത്തെ ഇനിയും
തുടർ ദിവസങ്ങളിലും ഇതുപോലത്തെ പല പല അന്വേഷണ രീതികളും നമ്മൾ കാണേണ്ടി വരും. അപ്പം അതിലൊന്നും അസ്വാഭാവികതയോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും താല്പര്യം സംരക്ഷിക്കാനാണെന്നൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. കാര്യം അത് അതിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു നടപടിക്രമം എന്നുള്ള രീതിയിൽ ഈ തൊണ്ടിമടൽ കിട്ടുക എന്നുള്ളത് മാത്രമുള്ള ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് അവർ പോകുന്നത്. അതിനുവേണ്ടി എന്ത് മാർഗവും ഈ പറഞ്ഞ അകത്തുള്ളവരും പുറത്തുള്ളവരും അല്ലെ ഇനിയും പെടാത്തവരും അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ കൂടുതൽ മൊഴികൾ കിട്ടുകയും കൂടുതൽ തെളിവുകൾ കിട്ടിയാൽ ഇ ഡി കൂടെ സഞ്ചരിച്ച് മാത്രമേ ഇത് കിട്ടാൻ പറ്റൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പാളി വിറ്റിട്ടുള്ളതാണ്, വിശ്വാസക്കൊള്ളയമായിട്ട് വിറ്റിട്ടുള്ളതാണ്. അത് ഉറപ്പാണ്. അത് SITക്ക് ഉറപ്പാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനും ഉറപ്പാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ SIT കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് അതൊരു മെയിൻ ക്രൈം ചെയ്തിട്ടുണ്ട്. അവിടെ ക്രൈമിന്റെ തെളിവുകൾ അവിടെ ഉണ്ട്. അപ്പം ആ ഒരു തെളിവുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് പക്ഷേ ഈ തൊണ്ടി കിട്ടിയിട്ടില്ല. അത് അവരുടെ ഒരു അന്വേഷണത്തിന്റെ എത്താൻ പറ്റും. ഇവർ അതുപോലെ അതിനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ കവർ പൊളിച്ച് ഇതിനകത്തെ സാമ്പത്തികം എവിടെയാണ്, ആരാണ് ഇതിനകത്ത് പണം മുടക്കിയിരിക്കുന്നത്, ആർക്കാണ് ഇതിനകത്തെ സാമ്പത്തിക ലാഭം, അല്ലെ അയ്യപ്പന്റെ വിശ്വാസം കൂടുതലായിട്ട് എന്താ പറഞ്ഞ ഇവർ വിലക്ക് മേടിച്ചിരിക്കുന്ന ആരാണ്. അപ്പം ആ ഒരു ഇടത്തിലേക്ക് എത്തി അതിനെ പൊളിച്ച് ആ സാധനം തിരിച്ചു വരിക എന്നുള്ള രീതിയിൽ ഇവരുടെ അന്വേഷണത്തെ നമ്മൾ പൂർണ്ണമായും എന്താ പറയുക ഇത് ചെയ്യേണ്ടതാണ്. ശരി, തീർച്ചയായും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.